നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ട് ദയോടും മോനെയും കൊണ്ട് അനുദേച്ചിയുടെ മുറിയിൽ കിടക്കാൻ ഞാൻ പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടുമില്ല. ഞാൻ എൻ്റെ വീട്ടുകാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവളെയും കുഞ്ഞിനെയും മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ദയ വിധിയെടുക്കും. ഇനി ഒരിക്കലും ആ വീട്ടിൽ കാലുകുത്തിലെന്ന് ശപഥം ചെയ്തിട്ടാ ദയ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവൾ ഇതിന്റെ പേരിൽ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന എൻ്റെ ഏറ്റവും വലിയ പേടി രഘുവേട്ട. ഏയ്, ഇത്രമാത്രമാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമെങ്കിൽ നീ വായിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല ശബരി. ദയ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. വന്നാ സന്തോഷം. പക്ഷെ ഇത്തവണ അവളെ തിരിച്ചു വിളിക്കാൻ ആരും എന്നോട് പറയരുത്. അപ്പോ ശബരിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വേറെ എന്തോ വലിയൊരു തെറ്റുകൂടി ദയ ചെയ്തിട്ടുണ്ടല്ലോ. നീ അവൾക്ക് വേണ്ടി ഭൂമിയോളം ക്ഷമിക്കുന്നവനാണെന്ന് എനിക്കറിയാം ശബരി. അതുകൊണ്ട് നിന്റെ ഭാഗത്താണ് ന്യായം എനിക്ക് മനസ്സിലായി. ആ ഒരു കാരണം കൊണ്ട് നീ അവളെ തിരിച്ചു വിളിക്കണമെന്ന് ഞാൻ പറയില്ല. ഇത്തവണ എന്തായാലും അവള് സ്വയം തിരുത്തി തിരിച്ചു വരട്ടെ. അല്ലെങ്കിൽ അവളുടെ തെറ്റ് അവളെ കൊണ്ടുതന്നെ ഞാൻ പറയിപ്പിക്കും. അത് തിരുത്തുകയും ചെയ്യും. നീ ധൈര്യമായിട്ടിരിക്കും ശബരി. വരുന്നേട്ടാ. വിനയനെ ഏട്ടൻ വിളിച്ചില്ലേ? അവന് ചായ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാൻ മുറി കൊണ്ടുപോയി കൊടുക്കണോ? വേണ്ട വേണ്ട, അവൻ വന്നോളും. നീ ഇവിടെ വച്ചാ മതി. അവനിപ്പോ ഏതു നേരം മുറിയടിച്ചിരിക്കുവാണല്ലോ ഏട്ടാ. അവൻ അവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നേ?